നമസ്കാരം. മീരയുടെ അക്ഷരലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഥകളും നോവലുകളും കവിതകളും ഒക്കെ ആയിട്ടുള്ള സാഹിത്യ രചനകളുടെ ആസ്വാദന വീഡിയോകൾ പങ്കുവച്ചിട്ടുള്ള മീരയുടെ അക്ഷരലോകം ഇന്ന് വ്യത്യസ്തമായ ഒരനുഭവത്തിന്റെ പങ്കുവെക്കൽ എന്ന സന്തോഷത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. മലയാളത്തിലെ ശ്രദ്ധേയരായ ഒട്ടനവധി സാഹിത്യ പ്രതിഭകളെ സൃഷ്ടിച്ചിട്ടുള്ള വേദിയാണല്ലോ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ വിഷുപ്പതിപ്പ് സാഹിത്യ മത്സരം. ഏറ്റവും മികച്ചത് എന്ന വായനക്കാരന്റെ ഒരു വിശേഷണത്തോടു കൂടിയാണ് അതിശ്രേഷ്ഠമായ ഒരു പാരമ്പര്യത്തോടുകൂടി മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് ഇന്നും സജീവമായി വായിക്കപ്പെടുന്നത്. വിഷുപ്പതിപ്പിലേക്ക് കഥകളും കവിതകളും ഒക്കെ അയക്കുന്ന നവപ്രതിഭകളുടെ എണ്ണവും ഏറി വരികയാണ്. വിഷുപ്പതിപ്പ് സാഹിത്യ മത്സരത്തിൽ ആദ്യമായി പങ്കെടുക്കുന്ന എന്റെ മരണപ്പെട്ടവന്റെ ജ്ഞാനസ്നാനം എന്ന കഥ 25 പേരുടെ ചുരുക്കപ്പട്ടികയിൽ ഇടം നേടി എന്നത് എനിക്ക് ഒരുപാട് അഭിമാനവും സന്തോഷവുമായിരുന്നു. മാതൃഭൂമി കേരള സാഹിത്യ അക്കാദമി ഹാളിൽ വെച്ച് നടത്തിയ പുരസ്കാരദാന ചടങ്ങില് പങ്കെടുക്കാൻ കഴിയാതെ പോയ വിഷമം ഞാൻ മാറ്റിയത് വിഷുപ്പതിപ്പിലെ പുതിയ കഥകളും കവിതകളും ഒക്കെ വായിച്ചിട്ടാണ്. ആ മികച്ച എഴുത്തുകാർക്കൊപ്പം ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ ഞാൻ ഉൾപ്പെടെയുള്ളവർക്കായി മൂന്നാറിലെ പാമ്പാടും ശോലയിൽ വെച്ച് വനം വകുപ്പ് ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട് എന്ന വാർത്ത അറിഞ്ഞ നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടവയായിരുന്നു. കാലാവസ്ഥയുടെയും അപരിചിതത്വത്തിന്റെയും ഒക്കെ ആശങ്കകൾ മാറ്റിവെച്ച് വനം വന്യജീവി വകുപ്പിന്റെ പ്രകൃതി പഠന കേന്ദ്രത്തിലേക്ക് കോട്ടയത്ത് നിന്നും ആലുവയിൽ നിന്നും വനം വകുപ്പിന്റെ 2 ബസ്സുകളിലായി ഞങ്ങൾ 35 വിദ്യാർത്ഥികളും എത്തിച്ചേർന്നു. ഒപ്പം മാതൃഭൂമി പ്രതിനിധികളും. എഴുത്തുകാരനും ക്യാമ്പ് ഡയറക്ടറുമായ സുഭാഷ് ചന്ദ്രൻ ക്യാമ്പിൽ ശാരീരികമായ അസാന്നിധ്യത്തിലായിരുന്നെങ്കിലും ഓരോ ഘട്ടവും പിന്നിട്ട് ക്യാമ്പ് പൂർത്തിയായി അംഗങ്ങളൊക്കെ സുഖകരമായി വീട്ടിലെത്തിച്ചേരുന്നതുവരെ ഞങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ സ്നേഹപൂർണവും സുരക്ഷിതവുമായ രക്ഷാകർതൃത്വത്തിലായിരുന്നു. വനംവകുപ്പിലെ അസിസ്റ്റന്റ് കൺസർവേറ്ററായ ജോഷിൽ സാറിനായിരുന്നു ക്യാമ്പിന്റെ നേതൃത്വം. സാധാരണ ക്യാമ്പുകളുടെ സാഹിത്യ ചർച്ചകൾക്കും പ്രബന്ധ അവതരണങ്ങൾക്കുമൊക്കെ അപ്പുറം സർഗധനരായ മനുഷ്യരെന്ന നിലയിൽ പ്രകൃതിയെ അടുത്തറിയേണ്ട ആവശ്യകത മുൻനിർത്തി കാട്ടിലൂടെയുള്ള യാത്രയും കാട്ടറിവുകളുടെ വർത്തമാനങ്ങളുമൊക്കെ ക്യാമ്പിലുണ്ടായിരുന്നു. അക്ഷരപ്രകൃതി 2025 ഉദ്ഘാടനം ചെയ്തത് സാഹിത്യകാരൻ ബെന്യാമിനായിരുന്നു. ദുർഘടമായ സാഹിത്യ വഴികളിൽ കാലിടറാതെ മുന്നോട്ടു പോകാനുള്ള ഊർജം പകർന്നുവെന്ന അദ്ദേഹത്തിന്റെ വാക്കുകളോടെയാണ് ക്യാമ്പ് ആരംഭിച്ചത്. മലയാള സാഹിത്യവും പരിസ്ഥിതിയും ഒരു ചരിത്ര സഞ്ചാരം എന്ന ആദ്യഘട്ടം കൈകാര്യം ചെയ്തത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനായ പ്രമോദ് ജി കൃഷ്ണൻ IFS ആണ്. മലയാള സാഹിത്യത്തെ ആഴത്തിലറിഞ്ഞ ഒരു വായനക്കാരന്റെ വിഭവ സമൃദ്ധമായ ഏവരും ഒരുപോലെ ആസ്വദിച്ച ഒരു പ്രഭാഷണമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ക്രിയാത്മകമായ സാഹിത്യ രചനയുടെ പാഠങ്ങൾ പകർന്നു വന്ന എഴുത്തുകാരനായ സന്തോഷ് കുമാർ നയിച്ച കഥയുടെ പണിപ്പുര ഒരു മികച്ച ചർച്ച കൂടിയായി ക്യാമ്പ് അംഗങ്ങളുടെ ഇടപെടലുകളിലൂടെ വളർന്നു. 2ാം ദിനം ആരംഭിച്ചത് കവിയും പ്രകൃതി സ്നേഹിയുമായ അശോകൻ മറയൂരിനൊപ്പം ബന്ദർ വനപാതയിലൂടെയുള്ള വനയാത്രയിലൂടെയായിരുന്നു. കാടിനുള്ളിലെ അട്ടകളുടെ ആക്രമണത്തെ തടുക്കാനുള്ള തിടുക്കപ്പെടലുകളിലും എസ്കേപ്പ് റോഡിന്റെയും രാജപാതയുടെയും ഒക്കെ ചരിത്രമറിഞ്ഞ് വനപാലകരുടെ സംരക്ഷണത്തിൽ 4 കിലോമീറ്ററോളം ദൂരം നടത്തിയ കാട് കാണൽ അവിസ്മരണീയമായിരുന്നു. തുടർന്ന് കാട് കാട്ടുന്ന കവിത എന്ന തലക്കെട്ടിന്റെ വിശദീകരണത്തോടെ ആരംഭിച്ച കൽപ്പറ്റ നാരായണൻ മാഷിന്റെ കവിതാ പാഠങ്ങൾ ഗംഭീരമായിരുന്നു. കാടിറങ്ങുന്ന മലയാളി പരിസ്ഥിതി സംരക്ഷണത്തിലെ മാറുന്ന പൊതുബോധം എന്ന വിഷയത്തിൽ ഒരു മികച്ച വായനക്കാരനും എഴുത്തുകാരനും വനംവകുപ്പ് ഉദ്യോഗസ്ഥനുമായ ശ്രീ ജോഷിൽ സമകാലിക സംഭവങ്ങളെയും തൊഴിലനുഭവങ്ങളെയും കൂട്ടിച്ചേർത്ത് നയിച്ച പ്രഭാഷണം സജീവമായിരുന്നു. തമിഴ് സംസ്കാരത്തോട് ഇഴുകിച്ചേർന്ന വട്ടവട എന്ന പാമ്പാടും ശോലയുടെ സമീപ ഗ്രാമത്തിലേക്കുള്ള യാത്ര 2ാം ദിവസത്തിന്റെ സായാഹ്നത്തെ മനോഹരമാക്കി. നാടൻപാട്ട് കലാകാരൻ ജയചന്ദ്രൻ കടമ്പനാട് ആലപിച്ച ഗാനങ്ങൾ പ്രതികൂല കാലാവസ്ഥയെ മറികടക്കുന്ന സുഖകരമായ അനുഭൂതിയായി. വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്താൽ ധന്യമായിരുന്നു സമാപന ദിനം. ക്യാമ്പ് അവസാനിച്ച 3ാം ദിനത്തിലെ എൻ്റെ പിറന്നാൾ എനിക്ക് ഏറ്റവും സന്തോഷകരമായി ആഘോഷിച്ചുകൊണ്ടാണ്
മൂന്നാറിൽ നിന്ന് ക്യാമ്പ് അംഗങ്ങൾ പിരിഞ്ഞത്. ആ സുലഭ നിമിഷങ്ങൾ സമ്മാനിച്ച വനംവകുപ്പിനോടും മാതൃഭൂമിയോടും ക്യാമ്പ് അംഗങ്ങളായ സഹോദരങ്ങളോടുമുള്ള സ്നേഹം അറിയിക്കട്ടെ. മാതൃഭൂമിയിലെ ഷനിത്ത് സാറും രാകേഷ് സാറും ഓരോ ക്യാമ്പ് അംഗങ്ങളെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തി കുടുംബാംഗങ്ങളായി സ്നേഹിച്ചവരാണ്. സൗകര്യങ്ങളുടെ പരിമിതികളിലും സുഖകരമായ താമസവും രുചികരമായ ഭക്ഷണവും ഒരുക്കിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്നേഹത്തിന്റെ കരങ്ങളിൽ ഞങ്ങളെ സംരക്ഷിച്ചു നിർത്തിയവരാണ്. പ്രത്യേകിച്ച് ജോഷിൽ സാറ്. മാതൃഭൂമി വിഷുപ്പതിപ്പ് സാഹിത്യ മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ഒരു കഥ അയച്ചു നൽകുമ്പോൾ ജീവിതത്തിലെ ഏറ്റവും മൂല്യമുള്ള കുറച്ച് ദിവസങ്ങളെ അത് സമ്മാനിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. എപ്പോഴും ശ്രദ്ധേയരായ എഴുത്തുകാർക്കൊപ്പം മാതൃഭൂമി നവാഗതർക്കും ഇടമൊരുക്കാറുണ്ട്. വനം വകുപ്പിന്റെ നേതൃത്വം കൂടി ഉൾച്ചേർന്നപ്പോ ഈ ഉദ്യമത്തിന് മാറ്റുകൂടി. ക്യാമ്പിന് ആദ്യാവസാനം ഊർജമായിരുന്ന പ്രിയപ്പെട്ട എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രനോടുള്ള സ്നേഹവും അറിയിക്കട്ടെ. നിറഞ്ഞ സ്നേഹത്തോടെ നിർത്തുന്നു.